നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആവേശം അതിൻ്റെ പരകോടിയിലേക്ക് എത്തിച്ചുകൊണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് നോക്കൗട്ടിലെ രണ്ടാം പാദ മത്സരം ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. അറിയാമല്ലോ, ആദ്യ പാദം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് തന്നത്. ഇന്റർ മിലാനെ ബോഡോ ഗ്ലിംറ്റ് 3-1 തോൽപ്പിച്ചിരുന്നത്. ക്ലബ് ബ്രൂഗെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 3-3 സമനിലയിൽ കുരുക്കിയിരുന്നത്. അങ്ങനെ പോരാട്ടങ്ങൾ കണ്ട മത്സരം. മൊണോക്കോയും PSG തമ്മിൽ കടുത്ത പോരാട്ടം. 3-2 PSG രക്ഷപ്പെട്ടു പോയതാണ്. ഗലറ്റസറായി യുവൻറ്റസിനെ വലിച്ചു കീറി ഒട്ടിച്ചിരുന്നു 5-2. ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരത്തിലെ ഡ്രാമ നമ്മൾ കണ്ടതാണ്. ഏകപക്ഷീയമായ ഒരു ഗോളിന് പക്ഷേ റയൽ ആ കളി വിജയിച്ച് കയറിയിരുന്നു. അറ്റ്ലാന്റ ഡോട്ട്മുണ്ടിനോട് 2-0 പൊട്ടിയിരുന്നു. കറാബഗനെ മുക്കിയിരുന്നു. ന്യൂക്യാസിൽ യുണൈറ്റഡ് 6-1. ലെവർക്യൂസൻ ഒളിമ്പിയാക്കോസ് മത്സരം 2-0 ലെവർക്യൂസൻ ജയിച്ചിരുന്നു. ഇനിയിപ്പോൾ രണ്ടാം പാദ മത്സരങ്ങൾ. ഇന്ന് തകർപ്പൻ പോരാട്ടങ്ങളുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡും ക്ലബ് ബ്രൂഗയും തമ്മിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:15 കളി. ആദ്യ പാദം 3-3 സമനില ആയതുകൊണ്ട് തന്നെ ഇതിലാര് വിജയിക്കുന്നു അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു തകർപ്പൻ പോരാട്ടം പ്രതീക്ഷിക്കുന്നു. പക്ഷേ മെട്രോപൊളിറ്റനോയിലാണ് കളി. അതിൻ്റെ അഡ്വാൻറ്റേജ് അത്ലറ്റിക്കോ മാഡ്രിഡിനുണ്ട്. ന്യൂക്യാസിൽ കറാബാഗ് മത്സരം ഇന്ന് രാത്രിയാണ്. നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ 1:30 ഓൾറെഡി 6-1 ലീഡ് ഉണ്ട് ന്യൂക്യാസിൽ എന്നുള്ളത് കൊണ്ട് മത്സരത്തിലെ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതേസമയത്ത് തന്നെ ലെവർക്യൂസൻ ഒളിമ്പിയാക്കോസുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഇന്റർ മിലാനും ബോഡോ ഗ്ലിംറ്റും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടമാണ്. 3-1 ബോഡോ ഗ്ലിംറ്റിൻ്റെ മൈതാനത്ത്. ആ കടം വീട്ടാൻ സാൻസിറോയിൽ ഇന്റർ മിലാന് കഴിയുമോ, അതല്ല അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ബോഡോ ഗ്ലിംറ്റ് മുന്നോട്ട് കയറുമോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടമാണ്. അതേസമയം നാളെ നടക്കുന്ന മത്സരങ്ങൾ നോക്കുക. നാളെയാണ് റയലിൻ്റെ കളിയുള്ളത്. നാളെ രാത്രി 11:15 അറ്റ്ലാന്റയും ഡോട്ട്മുണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പിന്നെ 1:30 നമ്മൾ ഈ പറഞ്ഞ റയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫിക്ക പോരാട്ടം. വളരെ ഹൊസ്റ്റൈലായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ബെൻഫിക്ക എന്ത് കളി കളിക്കും അതാണ് കണ്ടറിയേണ്ടത്. സാങ്കേതികമായി നമുക്ക് മറ്റന്നാൾ പുലർച്ചെ 1:30 ഈ കളി. അതേസമയത്ത് തന്നെ പാർക്ക് ദസ് പ്രിൻസസിൽ PSG മൊണോക്കോയുമായിട്ട് ഏറ്റുമുട്ടുന്നു. യുവൻറ്റസിൻ്റെ മൈതാനത്ത് ട്യൂറിനിൽ ഗലറ്റസറായും യുവൻറ്റസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആദ്യ പാദം ഗലറ്റസറായി വലിയ മാർജിനിൽ വിജയിച്ചതാണ്. എന്ത് സംഭവിക്കും ട്യൂറിനിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അതായത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് അതിൻ്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും വീറും വാശിയുമുള്ള രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. കാത്തിരിക്കാം ഇന്നത്തെയും നാളത്തെയും കളികൾക്കായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.